ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നെയിം ടാഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാവില്ല, നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ബുക്കിലൊക്കെ ഒട്ടിച്ചിരുന്ന അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കി നെയിം ടാഗ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇൻ്റർഫേസ് ഇതാവും. അത് നമുക്ക് അമർത്തിയിട്ട് ഒരിത് തുടങ്ങാം. അപ്പോൾ കുറേ ഡിസൈൻസൊക്കെ കാണും. അത് മാറ്റം വരുത്തി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ആക്കുന്നില്ല. ഞാൻ ഒരു വേറെ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ എലമെൻസിൽ പോയിട്ട് ഫ്ലോറൽ ബോർഡർ അവിടെ അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കുറേ ബോർഡേഴ്സ് കിട്ടി. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ബോർഡർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ബോർഡർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടൂൾസിൽ പോയിട്ട് അവിടെ അടിച്ചു കൊടുക്കുകയാണ്. നെയിം, സബ്ജക്റ്റ്, ക്ലാസ്സൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ വേഗം അടിച്ചു കൊടുക്കുക. നെയിം അടിക്കുന്നുണ്ട്, ക്ലാസ് അടിക്കുന്നുണ്ട്, ഡിവിഷൻ അടിക്കുന്നുണ്ട്, സബ്ജക്റ്റ് അടിക്കുന്നുണ്ട്, സ്കൂൾ അടിക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് മാറ്റാണ്, പിന്നെ ഫോണ്ട് മാറ്റാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ അടിച്ചുകൊണ്ട് കൊടുക്കണം. നമുക്ക് അത് ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യുമല്ലോ. അണ്ടർലൈൻ അതിലാണല്ലോ നമ്മൾ എഴുതാറ്. അപ്പോൾ നമ്മൾ നെയിമിൻ്റെ അവിടെ അണ്ടർലൈൻ ഇടുകയാണ്. അണ്ടർലൈൻ എടുത്താണല്ലോ നമ്മൾ നെയിമൊക്കെ എഴുതുക. അപ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. കീബോർഡിൽ ഒരു അണ്ടർലൈൻ ഉണ്ടാവും. അപ്പം നമ്മൾ കീബോർഡിൽ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് കൊടുക്കുക. സ്കൂളിൻ്റെ അവിടെ, സബ്ജക്റ്റിൻ്റെ അവിടെ, ഡിവിഷൻ്റെ അവിടെ നമ്മൾ അണ്ടർലൈൻ. ഡിവിഷൻ ഞാൻ എഴുതാൻ മറന്നുപോയി കേട്ടോ. അത് എഴുതി നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ അത് ഫോണ്ട് നമ്മൾ കുറച്ച് ബോൾഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ബോൾഡ് കളർ വന്നോളൂ. അപ്പോൾ കാണാനും ഒരു ബോൾഡ്നെസ് ഉണ്ടാവും ഫോണ്ടിന്. പിന്നെ നമ്മൾ അത് സേവ് ചെയ്യാണ് ഗാലറിക്ക് ഞാൻ PNG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. അത് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗാലറിക്ക് സേവ് ആയി കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാനും നമുക്ക് ആ ഫോണ്ട് അവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് ആ ബോർഡർ മാറ്റാനുള്ളൂ. അത് ബോർഡർ നമുക്ക് ഡിലീറ്റാക്കി എലമെൻസിൽ പോയിട്ട് വേറെ ബോർഡർ വെച്ച് അറേഞ്ച് ചെയ്തെടുക്കുക. അങ്ങനെ പലതും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ബോർഡർ മാറ്റി നമ്മൾ ഫോണ്ട് അവിടെ വെച്ചിട്ട് ബോർഡർ മാറ്റി സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വേറെ ബോർഡർ എടുക്കുന്നുണ്ട്, ഫ്ലോറൽ ബോർഡർ എടുക്കുന്നുണ്ട്. അതെടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ക്രിയേറ്റ് എ ഡിസൈൻ അടിക്കാം. ക്രിയേറ്റ് ഡിസൈനിൽ ന്യൂ ഡിസൈൻ ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരു A4 ഷീറ്റ് അടിക്കാം. നമുക്ക് ഒരു A4 ഷീറ്റ് A4ൻ്റെ ഒരു പേജ് കാണാം. അതിലേക്ക് ഗാലറിയിൽ പോയിട്ട് താഴെയുള്ള ഗാലറിയിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഇതൊക്കെ നമുക്ക് ആ പേജിലേക്ക് കൊണ്ടുവരാം. നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു പേജിൽ എത്ര കൊള്ളുന്ന അത്ര നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം.